ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലോഡ് ശിവ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈലാസനാഥിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. മുൻ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് കയറി നോക്കിയേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ദക്ഷൻ്റെ കൊട്ടാരത്തിൽ സഭാംഗങ്ങളെയെല്ലാം വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നമ്മുടെ ദക്ഷൻ. പുതിയതായി താൻ എഴുതി തയ്യാറാക്കിയ നിയമങ്ങൾ ക്രോഡീകരിച്ച ദക്ഷസംഹിതയെക്കുറിച്ച് പറയുവാനാണ് സഭ കൂടിയിരിക്കുന്നത്. പുതിയ ദക്ഷസംഹിത പ്രകാരം തൻ്റെ രാജ്യത്ത് ആരെങ്കിലും എന്തെങ്കിലും പൂജ അർപ്പിക്കുകയാണെങ്കിൽ അത് മഹാവിഷ്ണുവിന് മാത്രമായിരിക്കും. ബ്രഹ്മാവും വിഷ്ണുവും മാത്രമേയുള്ളൂ, അതിലപ്പുറം ആരും തന്നെയില്ല. വിനാശകാരനായ ശിവന് എവിടെയും പൂജയോഗ്യമായ സ്ഥാനമുണ്ടായിരിക്കില്ല എന്നൊക്കെ ദക്ഷൻ പറയുമ്പോഴേക്കും നമ്മുടെ നാരദ മഹർഷി സഭയിലേക്ക് എത്തുന്നുണ്ട്. സഭയിലേക്ക് എഴുന്നള്ളിയ നാരദരോട് മഹാന്മാരുടെ അനർഘ നിമിഷങ്ങൾ അവരറിയാതെ അപഹരിക്കുന്നതായി നാരദരെക്കുറിച്ച് പൊതുവെ ഒരു പരാതിയുണ്ട്. ആശ്രമം നാരദന് തന്നെ ശാപമായി. അതുകൊണ്ട് ആരുടെയെങ്കിലും സാമീപ്യം തന്നെ നാരദർക്ക് ലഭിച്ചാൽ അത് നാരദന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കുമെന്നും ദക്ഷൻ പറയും. ദക്ഷൻ നാരദ മഹർഷിയെ കളിയാക്കിയതാണെങ്കിലും അതിന് മറുപടി എന്നോണം ദക്ഷൻ എന്നോട് അളവില്ലാത്ത സ്നേഹമാണ്. എങ്ങനെയല്ലായിരിക്കും? കാരണം ഞങ്ങളുടെ രണ്ടാളുടെയും പിതാവ് ഒന്ന് തന്നെയാണ്, ബ്രഹ്മാവ്. തന്നെയുമല്ല, ഞങ്ങളുടെ രണ്ടിനെയും ഇഷ്ടദേവനും ഒന്ന് തന്നെ, അത് മഹാവിഷ്ണുവാണ് എന്നൊക്കെ ദക്ഷനെ ഒന്ന് സൂചിപ്പിച്ച് നാരദർ പറയുന്നു. എന്താണ് ആഗമനോദ്ദേശമെന്ന് ദക്ഷൻ ചോദിക്കുമ്പോൾ ഒരു പുതിയ ദക്ഷസംഹിത രചിച്ചതായി ആരോ പറഞ്ഞു കേട്ടു, അത് സത്യമാണോ എന്ന് നാരദർ ചോദിക്കുന്നു. സത്യമാണെന്ന് പ്രജാപതി പറയുമ്പോൾ അപ്പോൾ ഞാൻ കേട്ടതെല്ലാം സത്യമാണോ എന്ന് നാരദർ ചോദിക്കും. എന്താണ് നിങ്ങൾ കേട്ടതെന്ന് പ്രജാപതിയും തിരിച്ചു ചോദിക്കുന്നു. ദക്ഷന്റെ ദൈനംദിന ജീവിതത്തിൽ മഹാദേവന്റെ സാന്നിധ്യമുണ്ടെന്ന് കേട്ടു. നാരായണ വിഗ്രഹ സ്ഥാപനത്തിന്റെ അന്ന് സതി ശിവലിംഗം സ്ഥാപിച്ചതായും അറിഞ്ഞു. അങ്ങയ്ക്കതിൽ നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ നാരദ മഹർഷി പറയുന്നു. അങ്ങിവിടെ വന്നത് ഇതറിയാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് ശിവന്റെ അടുത്തേക്കാണെന്നും അറിയാം. അതുകൊണ്ട് അങ്ങ് ഞാൻ പറയാൻ പോകുന്നത് ശിവനെ അറിയിക്കണം. പ്രജാപതി ദക്ഷന്റെ ആദർശങ്ങൾ 10 മടങ്ങ് ശക്തമായിരിക്കുകയാണ്. ഇതേ കാര്യം ശ്രീഹരിക്കും സന്ദേശമയക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മഹാദേവന് ബോധമുണ്ടാകും. പ്രജാപതി ദക്ഷന്റെ അതീവ ശക്തിയും ഗഹനമായ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും മനസ്സിലാക്കാതെ പോയത് അബദ്ധമായെന്ന് മഹാദേവൻ മനസ്സിലാക്കട്ടെ എന്നൊക്കെ പ്രജാപതി നാരദരോട് പറയുന്നു. ഇതെല്ലാം കേട്ട് നല്ലൊരു ചിരിയും ചിരിച്ച് സമയം തീരെയില്ല, എന്നാൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുമുണ്ടെന്ന് പറഞ്ഞ് നാരദര് കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം സതിയും കൂട്ടരും ശേഖരിച്ച താമരപ്പൂക്കളുമായി തിരികെ കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു. സതിയെ കാണുന്നതും സതിയുടെ അടുത്തേക്ക് വരുന്ന നാരദര് ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്താണിത് എന്ന് ചോദിക്കും. പ്രായശ്ചിത്തമെന്ന് സതിയും പറയുന്നു. അതിനുവേണ്ടി എന്ത് തെറ്റാണ് സതി ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് നാരദര് ചോദിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. പിതാവിന്റെ നിർദ്ദേശപ്രകാരം 1,00,000 കമലദളങ്ങളിൽ വിഷ്ണുനാമം എഴുതി തീർക്കണമെന്ന് സതി പറയും. ഇത്ര വലിയ ശിക്ഷ കിട്ടണമെങ്കിൽ അത്ര വലിയ തെറ്റായിരിക്കണമല്ലോ എന്നും നാരദര് പറയും. ഇത് കേൾക്കുന്നതും വിഷമിച്ച് കുനിഞ്ഞ ശിരസ്സുമായി നിൽക്കുകയാണ് നമ്മുടെ സതി. അവളുടെ സങ്കടം മാറ്റുവാനായി സതി ഒരു മഹത്തായ കാര്യം ചെയ്തതായി ഞാൻ അറിഞ്ഞുവല്ലോ. നാരായണ വിഗ്രഹ സ്ഥാപന ദിവസം മഹാദേവനെ സതി ക്ഷണിച്ചിരുന്നോ? സതി ഇത്ര വലിയ സാഹസികത കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് നാരദര് പറയും. അത് സാഹസികതയായിരുന്നില്ല, എൻ്റെ അഹങ്കാരമാണ്. തെറ്റ് ചെയ്തു പോയി, പിതാവിനെ ദുഃഖിതനാക്കി എന്നൊക്കെ പറഞ്ഞ് സതി വിലപിക്കുന്നു. മഹാദേവനോട് എന്താണ് ഇത്ര വിരോധം? വേഷഭൂഷാദികളൊന്നും അത്ര നല്ലതല്ല, എന്നാൽ കാഴ്ചയ്ക്കത്ര മോശവുമല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് ഒരു പ്രത്യേക ആകർഷണവുമുണ്ടെന്ന് നാരദര് സതിയോട് പറയും. മഹാദേവനെ കുറിച്ചുള്ള ആ സംഭാഷണം ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് തീരെ സമയം കുറവാണ്. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രായശ്ചിത്തം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് സതി അവിടെ നിന്നും പോകുന്നു. ഇത് മനസ്സിലാക്കുന്ന നാരദര് മഹാദേവനോടായി ഇവിടെ ഒരല്പം താപമാനം കൂടുതലാണ്. അത് ഹിമാലയത്തിലെ മഞ്ഞുകണങ്ങളെ ഉരുക്കിക്കളയുന്നതിന് മുമ്പ് ഞാൻ അവിടേക്ക് എത്തിക്കോളാം. അങ്ങേ അറിയിക്കുവാനായി എൻ്റെ പക്കൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നൊക്കെ മഹാദേവനോടായിട്ട് പറയുന്നു. ശേഷം നാരദന് നേരെ കൈലാസത്തിലേക്കാണ് എത്തുന്നത്. വിശ്വത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതത്തിലിരിക്കുന്ന ആളാണ് അങ്ങ്. ലോകദുഃഖങ്ങളിൽ നിന്നും വളരെ അകലെ. നല്ലത് തന്നെ. അങ്ങയുടെ ലോകത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ആനന്ദം ആവോളം ആസ്വദിക്കൂ. പക്ഷേ തീർച്ചയായും ഇതിനൊരു മാറ്റമുണ്ടാകാൻ പോവുകയാണ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ആകാശമാർഗെ നാരദരുടെ യാത്ര. അങ്ങനെ പോകും വഴി നിരവധി ഋഷിമാരെയും തൊട്ടടുത്തായി നിരവധി ശവശരീരങ്ങളും കാണുന്ന നാരദര് പാവം സതി, രാജകൊട്ടാരത്തിൽ വാഴുന്നവൾ, ചന്ദനത്തിലും സുഗന്ധദ്രവ്യങ്ങളിലും ഒഴുകി നടക്കുന്നവൾ, എങ്ങനെ ഈ ശ്മശാനത്തിൽ സന്യാസിമാരുടെ കൂടെ ജീവിക്കും? നാരദ മഹർഷിയെ, അങ്ങയുടെ മനോരഞ്ജനത്തിനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞുവെന്നും സ്വയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകവേ മഹാദേവന്റെ ഭൂതഗണങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. മഹാദേവനെ കാണണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം വേണമെന്ന് ഭൂതഗണങ്ങൾ പറയും. എന്നാൽ അവരുടെ ദുർഗന്ധം സഹിക്കാനാവാതെ അവരോട് ദൂരേക്ക് മാറി നിൽക്കുവാൻ നാരദര് ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ദുർഗന്ധം സഹിക്കുവാൻ അങ്ങേ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ എന്നാണ് ഭൂതഗണങ്ങളുടെ മറുപടി.
എന്നാൽ മഹാദേവനെ കാണാൻ വന്നതാണ് ഞാനെന്ന് പറയുമ്പോൾ അങ്ങ് കലഹമുണ്ടാക്കാൻ വന്നതാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ഭൂതഗണങ്ങൾ പറയുന്നു. ഇത് കേൾക്കുന്ന നാരദർക്ക് ദേഷ്യം വരും. അതോടെ ഭൂതഗണങ്ങൾ നാരദരെ ഒന്ന് തണുപ്പിക്കാനായി അല്പം സുഖിപ്പിച്ച് സംസാരിക്കും. അഖിലാണ്ടം മുഴുവൻ സഞ്ചരിക്കുന്ന ജ്ഞാനിയല്ലേ അങ്ങ്, ഞങ്ങൾക്ക് മറ്റെവിടെയും പോകാൻ കഴിയുകയുമില്ല. ഭൂലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തന്നാൽ ഞങ്ങളുടെ അറിവും വർദ്ധിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ട് നാരദര് പ്രസന്നനാകും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായി ഞാനൊരു കാര്യം പറയാം. ഇവിടേക്ക് ഒരാൾ വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയും. ആരാണെന്ന് ഭൂതഗണങ്ങളും ചോദിക്കുന്നു. ഒരു സ്ത്രീയാണെന്ന് നാരദര് പറയുന്നതോടെ ഒരു സ്ത്രീയുടെ വരവോ, അങ്ങനെയെങ്കിൽ ഇതുവരെയുള്ള സമാധാനമെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ഭൂതഗണങ്ങൾ. അതിനാൽ ഒരു സ്ത്രീയും കൈലാസത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് ഭൂതവും പ്രേതവും ഒരുമിച്ച് പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് നന്ദി ആഗതനാകുന്നു. നാരദരെ ശല്യം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ച് രണ്ടാളെയും നന്ദി അവിടെ നിന്നും ഓടിച്ചുവിടും. ശേഷം നാരദ മഹർഷിയെ ആനയിച്ച് മഹാദേവന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. സർവം മറന്ന് ധ്യാനത്തിൽ നിമഗ്നനായിരിക്കുകയാണ് സാക്ഷാൽ ഭഗവാൻ. നാരദ മഹർഷിയുടെയും നന്ദിയുടെയും വരവ് മനസ്സിലാക്കി ധ്യാനത്തിൽ നിന്നുണരുന്ന മഹാദേവനെ കാണിച്ചുകൊണ്ട് 9ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം. മഹാദേവന്റെ വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.